أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിൻ്റെ 23ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൻ്റെ ഈ പുണ്യമേറിയ സമയത്ത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതും ഓതുന്നതും കേൾക്കുന്നതും എഴുതുന്നതും ചിന്തിക്കുന്നതും എല്ലാം ഈ സദസ്സിലിരിക്കുന്നതുമൊക്കെ നമ്മുടെ വലിയ സൽക്കർമ്മമായി മീസാനിൽ നമുക്ക് ഏറ്റവും വലിയൊരു സമ്പാദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ അവസാനത്തെ 10ലാണ്. പാപമോചനത്തിൻ്റെ 10 കഴിഞ്ഞു. കാരുണ്യത്തിൻ്റെ 10 ദിനങ്ങൾ നമ്മോട് യാത്ര പറഞ്ഞു. ഇനി നരകമോചനത്തിൻ്റെ 10 ദിനങ്ങളിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടുതലായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് നരകമോചനത്തെ വേണ്ടി ദുആ ചെയ്ത് സലാത്തുകളും ദിക്റുകളും വിശുദ്ധ ഖുർആൻ പാരായണവും തൗബയുമായൊക്കെ കഴിഞ്ഞുകൂടേണ്ട സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എല്ലാ ദോഷങ്ങളിൽ നിന്നും രക്ഷ നൽകി അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മൾ ഖിറാഅത്തിലേക്ക് വരികയാണ്. സൂറത്തു ആൽ ഇംറാൻ 20ാമത്തെ ആയത്ത് മുതലാണ് ഓതുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإن حاجوك فقل أسلمت وجهي لله ومن اتبعن وقل للذين أوتوا الكتاب والأميين أأسلمتم فإن أسلموا فقد اهتدوا وإن تولوا فإنما عليك البلاغ والله بصير بالعباد. إن الذين يكفرون بآيات الله ويقتلون النبيين بغير حق ويقتلون الذين يأمرون بالقسط من الناس فبشرهم بعذاب أليم. أولئك الذين حبطت أعمالهم في الدنيا والآخرة وما لهم من ناصرين. Okay. فإن حاجوك മദ്ദുൽ ലാസിം. മദ്ദക്ഷരത്തിന് ശേഷം ഷദ്ദു വന്നു. ഹാജൂക്ക മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ ഹാഇൻ്റെ ഫതഹിനെ നീട്ടാൻ ഇവിടെ അലിഫ് വന്നു. അതിനുശേഷമുള്ള അക്ഷരത്തിന് ഷദ്ദു വന്നു, കൂടുതൽ നീട്ടണം. ഫഇൻ ഹാജൂക്ക പോരാ. ഫഇൻ ഹാജൂക്ക
ഫഖുൽ അസ്ലംതു വജ്ഹിയ ലില്ലാഹി വമനിത്തബഅൻ. എങ്ങനെ നിർത്തണം? വമനിത്തബഅൻ. വഖുൽ ലില്ലദീന ഊതുൽ കിതാബ വൽ ഉമ്മീന അഅസ്ലംതും. പിന്നെയോ ഓക്കെ, ഫഇൻ അസ്ലമു ഫഖദിഹ്തദൗ ദൗ ഫഖദിഹ്തദൗ വഇൻ തവല്ലൗ. ചേർത്തി ഓതുമ്പോഴോ ഫഖദിഹ്തദൗ വഇൻ തവല്ലൗ. അവിടെ ആരും മണിച്ചിട്ട് ഫഖദിഹ്തദൗ വേണ്ട. ഫഖദിഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ അലൈക്കൽ ബലാഗ് വല്ലാഹു ബസീറും ബിൽ ഇബാദ്. ഓക്കെ, ഇന്നല്ലദീന യക്ഫുറൂന ബിആയാത്തില്ലാഹി വയഖ്തുലൂന അന്നബിയ്യീന ബിഗൈരി ഹഖ്. നിർത്തുമ്പോൾ ويقتلون الذين يأمرون بالقسط من الناس فبشرهم بعذاب أليم. فبشرهم എന്ന റായിനെ നേർപ്പിച്ച് ഫബശ്ശിർ പറയരുതേ, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. أولئك الذين حبطت أعمالهم في الدنيا والآخرة. يعني أولئك الذين حبطت أعمالهم في الدنيا والآخرة وما لهم من ناصرين. اللهم لا تجعلنا منهم. باقي نقي. ألم تر إلى الذين أوتوا نصيبا من الكتاب يدعون إلى كتاب الله ليحكم بينهم ثم يتولى فريق منهم وهم معرضون. ذلك بأنهم قالوا لن تمسنا النار إلا أياما معدودات وغرهم في دينهم ما كانوا يفترون. فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون. اوكي. ألم تر إلى الذين أوتوا نصيبا من الكتاب يدعون إلى كتاب الله ليحكم بينهم. شديقنا ألم تر إلى الذين أوتوا نصيبا من الكتاب يدعون إلى كتاب الله ليحكم بينهم ثم يتولى فريق منهم وهم معرضون. ذلك بأنهم قالوا لن تمسنا النار إلا أياما معدودات وغرهم في دينهم ما كانوا يفترون. فكيف إذا جمعناهم ليوم لا ريب فيه ووفيت كل نفس ما كسبت وهم لا يظلمون. اوكي. ووفيت كل نفس ما كسبت وهم لا يظلمون. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير
إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. മാഷാ അല്ലാഹ്. നമ്മളിപ്പോൾ ഓതിയ ഈ രണ്ട് ആയത്തുകളുണ്ടല്ലോ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ എന്ന് തൊട്ട് ബിഗൈരി ഹിസാബ് എന്നതുവരെയുള്ള ഈ ആയത്തുകൾ, ഈ ആയത്തുകളുടെയൊക്കെ പാരായണം ചെയ്താലുള്ളൊരു മഹത്വം. കഴിഞ്ഞ ദിവസം നമ്മൾ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ആയത്തോതിയില്ലേ, ആ ആയത്തും അതുപോലെ ഇപ്പോൾ നമ്മൾ ഓതിയ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി എന്ന് തുടങ്ങുന്ന ആയത്തുകളും ഈ ബിഗൈരി ഹിസാബ് എന്നതുവരെയുള്ള ആയത്തുകൾ, ഈ ആയത്തുകളുടെയൊക്കെ പുണ്യവും മഹത്വവും നോക്കിയേ. സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇപ്പം നമ്മൾ ഓതിയ ഈ ആയത്തും ഷഹിദല്ലാഹു എന്ന് തുടങ്ങുന്ന കഴിഞ്ഞ ദിവസം ഓതിയ ആയത്തുകളും, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യം ഉറപ്പ് തന്നിട്ടാണ്, വിശ്വാസികളായ മുഅ്മിനീങ്ങളായ നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അതിൽ ചിലത് കേട്ടോക്കി നിങ്ങൾ. ഫർള് നിസ്കാരങ്ങളുടെ പിറകെ, ഫർള് നിസ്കാരങ്ങൾക്ക് പിറകെ ഈ ആയത്തുകൾ പതിവാക്കി കഴിഞ്ഞാൽ ഇല്ലാ അസ്കൻതുഹു ഹദീറത്തുൽ ഖുദ്സ്, അല്ലാഹുവിൻ്റെ സന്നിധിയിൽ, അല്ലാഹുവിൻ്റെ ചാരത്ത് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല താമസിപ്പിക്കാതിരിക്കൂല. അതായത് അത്രയും ഉന്നതമായ സ്ഥാനത്തായിരിക്കും അയാൾ ഉണ്ടാവുക. തീർന്നില്ല, എല്ലാ ദിവസവും 70 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകമായ ഒരു നോട്ടം ഈ മനുഷ്യനെ നോക്കും. കാരുണ്യത്തിൻ്റെ നോട്ടം, അല്ലാഹുവിൻ്റെ തിരുനോട്ടം, അല്ലാഹുവിൻ്റെ ഒരു നോട്ടം, റഹ്മത്തിൻ്റെ നോട്ടം കിട്ടിയാൽ പോരെ രക്ഷപ്പെടാൻ. അവിടെയാണ് 70 തവണ നോക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ. തീർന്നില്ല, ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ 70 ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതാണ്. 70 ആവശ്യങ്ങൾ. ആ 70 ആവശ്യങ്ങളിൽ ഏറ്റവും ചെറുതേതാണെന്നറിയോ? ദോഷം പൊറുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വലുതെന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അത്ര വലുതാണ്. മാത്രമല്ല, അവൻ എന്തെല്ലാം ശത്രുക്കളുണ്ടോ, ഏതെല്ലാം ഭാഗത്തു നിന്ന് ശത്രുത വരുന്നുണ്ടോ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ സഹായം അവനുണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല, വലാ യംനഉഹു മിൻ ദുഖൂലിൽ ജന്നഹ് ഇല്ലാ അൻ യമൂത്ത്, സ്വർഗത്തിലെത്തുന്നതിന് അവൻ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമായിട്ടുണ്ടാവില്ല. അവന് സ്വർഗത്തിലെത്തുന്നതിനുള്ള തടസ്സം മരണം മാത്രമായിരിക്കും ഉണ്ടാവുക. അത്രയും മഹത്വമേറിയ ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളൊക്കെ. യാ അല്ലാഹ്, വിശാലമായ ഹദീസ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഓക്കെ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സഹാബിമാരുടെ കൂട്ടത്തിലെ ഒരു വ്യത്യസ്തനായ ഒരു സഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. വളരെ പ്രയാസം നിറഞ്ഞൊരു സമയത്ത്, പള്ളിയിലേക്ക് പോലും വരാൻ കഴിയാതെ പ്രയാസപ്പെട്ട് കടബാധ്യതയെ കൊണ്ട് വളരെ വിഷമിച്ച സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മുആദേ, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ, നിങ്ങളെ കടം വീടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എത്രമാത്രം മഹത്വമുള്ള ആയത്തുകളാണെന്നറിയോ നിങ്ങൾ? ഒരുപാടുണ്ട് ഈ സൂറത്തുകളുടെയൊക്കെ മഹത്വങ്ങൾ. എല്ലാം കൂടെ വിശദമായി പറയല്ല, പക്ഷേ ഈ ആയത്തുകളൊക്കെ നമ്മൾ ഹിഫ്ളാക്കണം, തെറ്റില്ലാതെ ഹിഫ്ളാക്കണം, അങ്ങനെ തന്നെ ഓതണം. നോക്കിയത്, പല ആളുകളും ഈ ആയത്തുകൾ ഓതുമ്പോൾ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി എന്ന് ഓതാറുണ്ട്. ഖുലില്ലാഹുമ്മ പറ്റില്ല. ഖുലില്ലാഹുമ്മ ശദ്ദുള്ള മീമിൻ ഗുന്നത്തു നന്നായി നൽകണേ, അതിവിടെയും നൽകണേ, അല്ലേ? അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. അങ്ങനെ തന്നെ കേട്ടോ.
وتعز من تشاء وتذل من تشاء بيدك الخير خير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. രണ്ടായത്തുകളെ ഇതുള്ളൂ. ഇത് ഹിഫ്ലാക്കാൻ നമ്മളൊരു 5-10 മിനിറ്റ് മാക്സിമം ഇരുന്നാൽ പോരെ, മതി. എന്താ നമുക്ക് ഹിഫ്ലാക്കിയാൽ അല്ലേ? ഹിഫ്ലാക്കാൻ നമ്മൾ തീരുമാനിച്ചു എല്ലാവരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ടോ ഫർദ് നിസ്കാരങ്ങളുടെ പിറകെയൊക്കെ ഇവയൊക്കെ ഓതണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു വിശുദ്ധ ഖുർആൻ കൊണ്ട് പരിഹാരം കാണിച്ചു തരട്ടെ. ആമീൻ ആമീൻ. ബാക്കി لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين ومن يفعل ذلك فليس من الله في شيء إلا أن تتقوا منهم تقاه ويحذركم الله نفسه وإلى الله المصير قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض والله على كل شيء قدير. Okay. لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين ومن يفعل ذلك فليس من الله في شيء إلا أن تتقوا منهم. പിന്നെ എങ്ങനെയാ إلا أن تتقوا منهم തുഖാത്ത എന്നോ ആരോ അങ്ങനെ പറഞ്ഞല്ലോ. തുഖാത്ത ഇല്ല, തുഖാഹ് തൻവീൻ ഫത്ഹ് ഏതക്ഷരത്തിന്? താഇൻ ഹാത്താക്കി അല്ലേ? അപ്പോൾ തുഖാഹ് നിഅമതൻ എന്നിടത്ത് നിഅമഹ് അല്ലേ? എന്നതുപോലെ തുഖാതൻ തുഖാഹ് വഖഫിട. ശ്രദ്ധിക്കണേ, ധാരാളം ആളുകൾക്ക് തെറ്റിപ്പോകുന്ന സ്ഥലമാണിത്. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ് വഇലല്ലാഹിൽ മസീർ ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരികും ഔ തുബ്ദൂഹു യഅലമുഹുല്ലാഹ് ويعلم ما في السماوات وما في الأرض والله على كل شيء قدير. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. Okay. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا. يعني تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. പിന്നെയോ قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم
സാധാരണ നമ്മൾ കേൾക്കുന്ന ആയത്താണ്. വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹുവിനെ നിങ്ങൾക്ക് സ്നേഹമുണ്ടോ, ഹുബ്ബുണ്ടോ, എന്നാൽ നിങ്ങൾ എന്നെ പിൻപറ്റൂ എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ തുടർന്നാൽ നമുക്ക് അള്ളാഹുവിനോട് സ്നേഹം ഉണ്ടാവും, അള്ളാഹുവിന് നമ്മോട് സ്നേഹം ഉണ്ടാവും. യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ദോഷങ്ങളൊക്കെ പൊറുക്കും. എന്താ വഴി? മുത്തുനബിയെ പിന്തുടരുക. വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ അതീഉല്ലാഹ വർ-റസൂൽ. കണ്ടോ, അള്ളാഹുവിന് മാത്രം അനുസരിച്ചാൽ പോരാ, വർ-റസൂൽ, റസൂലിനും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. കുറച്ചുകൂടെ അല്ലേ. ഇന്നല്ലാഹ അസ്തഫാ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇംറാന അലൽ ആലമീൻ ദുർരിയതൻ ബഅ്ദുഹാ മിൻ ബഅ്ദ് വല്ലാഹു സമീഉൻ അലീം. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. فتقبلها ربها بقبول حسن وأنبتها نباتا حسنا وكفلها زكريا. كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. Okay. إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين. ഐനുകൾ ധാരാളം ഉണ്ട്, ഒന്നും ഐനാവാൻ പാടില്ല. എങ്ങനെ? ഐനു പറഞ്ഞു പഠിച്ചിടണേ, ഐനാവുന്നതൊഴിച്ചിടണേ, എന്നൊരു പാടു പറഞ്ഞു പറഞ്ഞു രസിച്ചിടണേ. പറഞ്ഞു പറഞ്ഞു പരിശീലിക്കന്നെ. ദുർരിയതൻ ബഅ്ദുഹാ മിൻ ബഅ്ദ്. ഓക്കേ, ദുർരിയതൻ ബഅ്ദുഹാ മിൻ ബഅ്ദ് വല്ലാഹു സമീഉൻ അലീം. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا. ശ്രദ്ധിക്കണേ ഒന്നുകൂടെ. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم. فلما وضعتها قالت رب إني وضعتها أنثى. ശരിക്കും ഉൻസ ഇഖ്ഫ പോകരുത്. والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها شد اللميم عند غنة وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. എന്നിട്ടോ فتقبلها ربها بقبول حسن. നമ്മൾ ഒരുമിച്ച് ആയത്ത് നോക്കി. فتقبلها ربها بقبول حسن
وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب صدق الله العظيم. അള്ളാഹുവേ കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. പഠിച്ചവനെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാ ബാധ്യതകളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സാമ്പത്തികമായ ബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നിൻ്റെ ഐശ്വര്യവും ധാരാളം നൽകണേ അല്ലാഹ്. അള്ളാഹുവേ ഞങ്ങൾ ഉസ്താദുമാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാർ, കൂട്ടുകാർ ഒരുപാട് പേർ പലരും രോഗികളാണ്. അള്ളാഹുവേ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. പഠിച്ചവനെ മരിച്ചുപോയ ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഖബറുകളിലേക്ക് പരിശുദ്ധമായ തദ്രീബിൻ്റെ മിസ്ൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്.